ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭഗവാന്റെ അത്ഭുതകരങ്ങളായ മനോഹരങ്ങളായ ലീലകളാണ് നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ലീലകളിൽ ഏറ്റവും മനോഹരം ബാലലീലയാണ്, ബാലലീലകളാണ്. അത് മനസ്സിനെ തീർത്തും ഹരിച്ചുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ കേട്ടു. ഇനി ആ ബാലലീലകളുടെ സ്വഭാവം ഒന്ന് മാറുകയാണ്. അതായത് ഉണ്ണികൃഷ്ണനാണെങ്കിലും ഇത്തിരി ഒന്ന് മുതിർന്നു എന്നർത്ഥം. ലീലകൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായി. കാളിയമർദ്ദനം ആണ് ഇനി പറയേണ്ടത്. അത്യുദാത്തമായ ഏറ്റവും ഉയർന്ന നായകത്വം നമുക്ക് കൃഷ്ണനിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ആരാണ് നായകൻ? പേരിൻ്റെ അർത്ഥം എന്താ? നയിക്കുന്നയാളാണ് നായകൻ. തന്നാൽ നയിക്കപ്പെടുന്നവരുടെ മുന്നിൽ നിന്ന് നയിക്കുന്നയാളാണ് നായകൻ. ഇന്ന് പല നായകന്മാരും അങ്ങനെയല്ല നമ്മൾ കാണുക. നിങ്ങൾ മുന്നിൽ നടന്നോളൂ, പിറകിൽ ഞങ്ങളുണ്ടെന്ന് പറയുന്ന നായകന്മാരെയാണ് പലപ്പോഴും കാണുക. എന്നാൽ കൃഷ്ണൻ അങ്ങനെയല്ലായിരുന്നു. മുന്നിലുണ്ടായിരുന്നു ഭഗവാൻ എപ്പോഴും. തൻ്റെ സമൂഹത്തിന്, തൻ്റെ ഗോകുലത്തിലുള്ള വൃന്ദാവനത്തിലുള്ള ആൾക്കാർക്ക് ഒരപകടം വന്നു. കാളിയൻ എന്ന വിഷസർപ്പം കാളിന്തിയിൽ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. ഇവൻ കാളിന്തിയിൽ നിൽക്കുന്നത് മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയോ? ആകാശത്തിലൂടെ പക്ഷികൾക്ക് പറന്നു പോകാനും കൂടി കഴിയുന്നില്ല എന്നാണ്. ഇവൻ താമസിക്കുന്നതിൻ്റെ മുകളിലെത്തിയ ചിറക് കരിഞ്ഞ് വീണു പോവുക. വെള്ളം കുടിച്ച ജലജീവികളൊക്കെ ചത്തുപൊങ്ങുക. അപ്പം ആ പ്രകൃതിയെ മൊത്തം ബാധിച്ച വലിയൊരപകടമാണ് കാളിയൻ. ഈ കാളിയനാകുന്ന അപകടത്തിലേക്ക് ഭഗവാൻ എടുത്തു ചാടുകയാണ്. അല്ലാതെ നിങ്ങൾ 4 പേര് പോയി കാളിയനെ ശരിയാക്കി വരാൻ ആജ്ഞാപിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ന് ആജ്ഞാപിക്കുന്ന ഓർഡർ ഇടുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ അധികം കാണുന്നത്. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല ചെയ്തത്. പിന്നെയോ കാളിയനിലേക്ക്, ആ അപകടത്തിലേക്ക് സ്വയം എടുത്തു ചാടുകയാണ് ചെയ്തത്. അപ്പോൾ കാളിയൻ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഭഗവാൻ അറിഞ്ഞു. ഒരു ദിവസം നിശ്ചയിച്ചു, കാളിയനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് തീർക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു. അന്നത്തെ ദിവസം, അതിൻ്റെ തലേ ദിവസം അമ്മയോട് ചോദിച്ച് വഴിയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അമ്മയോട് ചോദിച്ചു. അപ്പോൾ അതവിടെ പ്രസിദ്ധമായിട്ടുണ്ട്. കാളിയൻ ഉള്ള സ്ഥലം മഹാ അപകടമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ മറ്റേ തലയോട്ടീൻ്റെ ചിത്രമൊക്കെ വെച്ച ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മയോട് ചോദിച്ചു, ഈ കാളിയൻ ഉള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. കൊന്നാലും പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു അമ്മ. നിനക്ക് അങ്ങോട്ട് പോകാനല്ലേ? അല്ല, പിന്നെയോ? അങ്ങോട്ട് പോവാതിരിക്കാനാ? അതിനും വഴി അറിയണമല്ലോ. അറിയാതെയോ മറ്റോ അങ്ങോട്ട് അവിടെ എത്തിപ്പോയാലോ? അതുകൊണ്ട് വഴി പറഞ്ഞു തരാൻ പറഞ്ഞു. അമ്മ വഴി പറഞ്ഞു കൊടുത്തു. ഭഗവാന് വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും വഴി പറഞ്ഞു കൊടുത്തു. അന്ന് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സമയത്ത് തൊട്ടടുത്ത് ഏട്ടൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ബലരാമനെ. ഏട്ടനെ ഒന്ന് നോക്കി കൃഷ്ണൻ, ഇന്ന് ഏട്ടൻ കൂടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഏട്ടൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളെയാണ് ഇന്ന് പാഠം പഠിപ്പിക്കാൻ പോകുന്നത്. ഈ അഷ്ടനാഗങ്ങളിൽ പെടുന്നവർ അനന്തനും കാളിയനും ഒക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു വർഗസ്നേഹം, ഒരു വർഗീയത തോന്നിയാലോ എന്ന് വെച്ചിട്ടാണോ നിശ്ചല്യം. പുറപ്പെടുന്ന സമയത്ത് ചോദിച്ചു എന്നാണ്, ഏട്ടൻ ഇന്ന് വരുന്നുണ്ടോ കാട്ടിലേക്ക്? ഉണ്ട്, വരുന്നുണ്ട്. അന്ന് വരണോ? മുഖം കണ്ടിട്ട് നല്ല തലവേദനയും ജലദോഷമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പം തലവേദന ഉണ്ടായി.
ചോദിച്ച ഉടനെ തലവേദന ഉണ്ടായി. നല്ല തലവേദന ഉണ്ട്, എന്നാൽ അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. അമ്മ ഉപ്പ് ശീലമൊക്കെ നെറ്റിയിലിട്ട് തരും, കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനെ കൂട്ടാതെയാണ് അന്ന് കൃഷ്ണനും കൂട്ടരും കാട്ടിലേക്ക് പോയത്. യമുനാ തീരത്തെത്തി. ഈ കുട്ടികൾക്ക്, പശുക്കുട്ടികൾക്കൊന്നും അറിയില്ല. അവർ ഈ കാളിയൻ ഉള്ള സ്ഥലത്ത് കുറച്ചധികം ദൂരം പോകാനുമുണ്ട്. സാധാരണ പോകുന്നതിനേക്കാൾ ദൂരം യാത്ര ചെയ്യും കൂടി ചെയ്തപ്പോഴത്തേക്ക് അവർ ക്ഷീണിച്ചു. ദാഹവും വിശപ്പും കൊണ്ട് വളരെ ക്ഷീണിച്ചു. കാളിന്തിയുടെ തീരത്തെത്തിയപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ചു. ദാഹിച്ചിട്ട് വെള്ളം കുടിച്ചു. അവരൊക്കെ തളർന്നു വീണു. ഈക്ഷയാ അമൃതവർഷിണിയാ, തൻ്റെ അമൃതവർഷിണിയായ കടാക്ഷം കൊണ്ട് ഭഗവാൻ അവരൊക്കെ എണീപ്പിച്ചു. ഈ ഒരു അപകടം എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കണം നിശ്ചയിച്ചു. എന്നിട്ട് ഈ തോളിലിട്ട ഉത്തരിയുണ്ടല്ലോ, അത് അരയിലങ്ങ് മുറുക്കി കെട്ടി. നേരെ ആ കാളിന്തിയുടെ തീരത്തേക്ക് ചെന്നു. കാളിന്തിയുടെ തീരത്തൊരു കടമ്പ് വൃക്ഷം ഉണ്ടെന്നാണ്. അത് ഈ കാളിയൻ്റെ വിഷം കൊണ്ടങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. ഭഗവാൻ അടുത്തെത്തി ആ വൃക്ഷം അങ്ങ് തൊട്ടതോടുകൂടി അതങ്ങോട്ട് പൂത്ത് തളിർത്തു. അതിന് മുകളിലേക്ക് അങ്ങോട്ട് കയറി കൃഷ്ണൻ. മുകളിലെത്തി താഴത്തേക്ക് എടുത്ത് ചാടുമ്പോൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചു എന്നാണ്. എന്താ സങ്കല്പിച്ചത്? ഭുവനത്രയഭാരഭൃതോ ഭവതാം ഗുരുഭാര വിഗംബി വിജൃംഭിജലാം. ഭുവനത്രയ ഭാരഭൃത്താണ് ഞാൻ എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് കണ്ണൻ ചാടിയതെന്നാണ്. അതുകൊണ്ട് ആ അനുഭവമാണ് കാളിന്തിയിലുണ്ടായതെന്നാണ്. 3 ലോകവും കൂടി കാളിന്തിയിൽ എങ്ങോട്ട് വീണാൽ എന്താ അനുഭവം ഉണ്ടാവുക? 100 കണക്കിന് യോജന മുകളിലേക്കും വശങ്ങളിലേക്കും വെള്ളം ചീറ്റിത്തെറിച്ചു. ഈ കാളിയൻ ഭാര്യമാരോട് കൂടി അങ്ങനെ കേമനായിട്ടിരിക്കുക ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേ. ചളിവെള്ളം തിക്കി കയറ്റി ഇങ്ങോട്ട് വന്നു. ദേഷ്യം വരില്ലേ? ഭാര്യയോട് കൂടി കല്യാണത്തിന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു കാർ ഒറ്റ പോക്ക് മുന്നിലൂടെ എന്തുണ്ടാവും? അവിടെയുള്ള ചളിവെള്ളം മുഴുവൻ മേലേക്ക് ഇങ്ങോട്ട് തെറിച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ദേഷ്യം വന്നു. ദേഷ്യത്തോട് കൂടിയിട്ട് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഇത്ര കണ്ട് ബഹളം ഉണ്ടാക്കിയും കൊണ്ട്, വിപ്ലവം ഉണ്ടാക്കിയും കൊണ്ട് ആരാ കടന്നു വന്നത്, ആർക്കാ അതിന് ധൈര്യം എന്നൊക്കെയുള്ള ഭാവത്തിൽ കാളിയൻ അങ്ങ് ഉയർന്നു പൊങ്ങിയെന്നാണ്. അധദിക്ഷു വിദിക്ഷു പരീക്ഷുഭിത ഭ്രമിതോരകവാരി നിനാദഭരൈഹി ഉദകാദുരകാധിപതി തൊതുപാന്തം അശാന്തരുഷാന്ധമനാം. ഭട്ടതിരിപ്പാട് 2 ദശകങ്ങളിലാണ് കാളിയമർദ്ദനം വർണ്ണിച്ചത്. ആ 2 ദശകങ്ങളിൽ കാളിയൻ്റെ കഥയാണ് പറഞ്ഞതെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തരുമോ? പിന്നൊന്നും പറഞ്ഞു തരണ്ട. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ അവിടെ നടക്കുന്നത് ഏറെക്കുറെ. അതാണ് ഭട്ടതിരിപ്പാടിൻ്റെയും സംസ്കൃതത്തിൻ്റെയും മഹത്വം. ശബ്ദാലങ്കാരങ്ങളുടെയും ഭാവാലങ്കാരങ്ങളുടെയും മനോഹരമായ സമന്വയം അത് നമുക്ക് നാരായണീയത്തിൽ കാണാം. നോക്കൂ, ഉദകാദുരകാധിപതിയും ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു പ്രതീതി ഉണ്ടാവുന്നില്ല അത് കേൾക്കുന്ന സമയത്ത്? ഉദകത്തിൽ നിന്ന് ഉദഗാത് ഉയർന്നു പൊങ്ങി ആര്? ഉരകാധിപതിയായിട്ടുള്ള കാളിയൻ. തൊതുപാന്തം അശാന്ത രുഷാന്ധമന, അങ്ങയുടെ വരവിനാൽ അശാന്തവും രുഷാന്ധവുമായ മനസ്സോടുകൂടി കാളിയൻ ഉയർന്നു പൊങ്ങി. എന്നിട്ട് ചുറ്റിനും നോക്കി. ഇത്രയൊക്കെ വിപ്ലവം ഈ പുഴയിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കോണം വലിയൊരു സാധനമായിരിക്കും വീണിട്ടുണ്ടാവുക എന്നാണ് കാളിയൻ്റെ സങ്കല്പം. ആ സങ്കല്പത്തോടു കൂടി നോക്കിയ സമയത്ത് കാണുന്നില്ല. പിന്നെ നല്ലോണം നോക്കിയപ്പോൾ ഇങ്ങനെ ഇളകി മറയുന്ന ഈ കാണുന്നില്ല എന്ന് വെച്ചാൽ 2 ഒരേ നിറവാണേ, കാണാൻ നല്ല വിഷമല്ലേ. പിന്നെ സൂക്ഷ്മമായി നോക്കിയ സമയത്ത് ആ ഇലയിൽ ആ അലകൾക്കിടയിൽ ഇങ്ങനെ ഇളകുന്ന ഇത്തിരി പ്രകാശം കൂടുതലുണ്ട്. ഭഗവാനെ കണ്ടു എന്നാണ്. നീന്തി ചെന്നും കൊത്താൻ നോക്കി, കൊത്തുകൊള്ളുന്നില്ല. ഈ കാളിയൻ്റെ 1000കണക്കിന് ഭണങ്ങൾ, ഓരോ ഭണം തന്നെ വലിയ വലിയ ഭണമാണ്. അതിൻ്റെ കൊത്തു കൊള്ളാനുള്ള വലുപ്പമൊന്നുമില്ല. ഭഗവാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. കാളിയൻ തൻ്റെ ഉടലുകൊണ്ട് ഭഗവാൻ അങ്ങ് വരിഞ്ഞു മുറുക്കി. ഇത് ഈ കാളിന്തിയുടെ തീരത്ത് പശുക്കുട്ടികളും ഗോപബാലന്മാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അവർ നോക്കിയ സമയത്ത് എന്താ കാണുന്നത്? ഭഗവാന്റെ മനോഹരമായ ഉടൽ കാളിയൻ്റെ അതികരാളമായ ഉടലിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയാണ്. കുറേ പശുക്കുട്ടികളൊക്കെ അപ്പോൾ തന്നെ അവിടെ ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്തു. പശുക്കുട്ടികളും ഗോപക്കുട്ടികളും ഗോപബാലന്മാരൊക്കെ എന്നാണ്. ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞ് വൃന്ദാവനത്തിലേക്ക് വിവരം അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി. പക്ഷെ അവിടെ വിവരം അറിയിക്കൊന്നും വേണ്ടി വന്നില്ല. ഈ ഭഗവാന്റെയും കുട്ടികളുടെയൊക്കെ കാലിൻ്റെ അടയാളം ഈ കാളിന്തിയുടെ നിരോധിത മേഖലയിലേക്ക് കണ്ട സമയത്ത് കൃഷ്ണനും കൂട്ടരും കാളിയൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ളത്
വൃന്ദാവനത്തിൽ പ്രസിദ്ധമായി. പിന്നൊന്നും പറയണ്ട. നന്ദഗോപരും യശോദാമ്മയും ഗോപന്മാരും ഗോപസ്ത്രീകളെല്ലാവരും കൂടി കരഞ്ഞുകൊണ്ട് ഓടിയെന്നാണ്. ആകെ ബഹളം. ഈ ബഹളമൊക്കെ കേട്ടിട്ട് നമ്മുടെ തലവേദനക്കാരൻ എണീറ്റു. ആൾക്ക് ആദ്യം മനസ്സിലായില്ല. എല്ലാവരും കൂടി ഇങ്ങനെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഓടുന്ന ഒരുത്തനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, എന്താ കാര്യം എന്ന്. കൃഷ്ണൻ കാളിന്തിയിലേക്ക് എടുത്ത് ചാടി കാളിയൻ കൃഷ്ണനെ പിടിച്ചു. ഇപ്പോഴാണ് മനസ്സിലായത് വെറുതെ അല്ല തനിക്ക് തലവേദന വന്നത് എന്ന്. മൂപ്പർക്ക് യാതൊരു കുലുക്കുമില്ല, ഒരു പ്രശ്നവുമില്ല. സാധാരണ പോലെ സാവധാനം നടന്ന് കാളിന്തിയുടെ തേരത്തെത്തി. ഒരു പരിഭ്രമവുമില്ല ബലരാമന്. എന്താ ബലരാമന് പരിഭ്രമമില്ലാത്തത്? ബലരാമന് അറിയാം ആരാണ് കാളിന്തിയിലേക്ക് ചാടിയതെന്ന്. ഈ കാളിയൻ്റെ 100 കോടി, എത്ര കോടിയാണെന്ന് വെച്ചാൽ അത്രയും ഇരട്ടി ശക്തിയുള്ള തൻ്റെ പുറത്താണ് ഇയാൾ സുഖമായിട്ട് കിടന്നുറങ്ങാറേ. അതുകൊണ്ട് ഇനി കാളിയനല്ല ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബലരാമനറിയാം. അതുകൊണ്ട് ബലരാമനൊരു പരിഭ്രമമില്ല. ബലരാമൻ ചെന്ന സമയത്ത് നന്ദഗോപർ ചാടാൻ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ യശോദാമ്മ തടയുന്നുണ്ട്. യശോദാമ്മ ചാടാൻ നോക്കുമ്പോൾ നന്ദഗോപർ തടയുന്നുണ്ട്. ബലരാമൻ എല്ലാവരെയും തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരും ചാടണ്ട, ചാടിയ ആൾക്ക് ബുദ്ധിമുട്ടാവണ്ട, നിങ്ങളിവിടെയും കയറ്റേണ്ടി വരേ, കരയിൽ നിന്നിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ ഈ ഉടലിൻ്റെ ഇടയിലൂടെ നോക്കിയ സമയത്ത് ധാരാളം ആൾക്കാരുണ്ട്. എന്ത് പരിപാടിയാണെങ്കിലും ഈ ഓഡിയൻസ് ഇതേപോലെ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു സുഖമാണ് ഈ പരിപാടി നടത്തുന്ന ആൾക്കാർക്ക്. അപ്പം ഓഡിയൻസ് നല്ലോണം ഉണ്ട്. ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെയല്ല, ഇവിടെയൊക്കെ നേരത്തെ എന്തായിരുന്നു ചിരി അല്ലേ, പക്ഷെ അവിടെ ചിരിയല്ല, പിന്നെയോ എല്ലാവരും കരഞ്ഞും കൊണ്ടാണ്. താൻ കരയിപ്പിക്കാനല്ലല്ലോ ഇങ്ങോട്ട് വന്ന് അവതരിച്ചത്, ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, ആനന്ദിപ്പിക്കാനല്ലേ. ആ കരച്ചിലൊക്കെ അങ്ങ് തീർക്കാൻ നിശ്ചയിച്ചു. ഇത്തം സ്വഗോകുലം അനന്യഗതിം നിരീക്ഷ്യ സസ്ത്രീകുമാരമതിദുഃഖിതമാത്മഹേതോഹം ആജ്ഞായമർത്യപദവീമനുവർത്തമാനം സ്ഥിത്വാ മുഹൂർത്തമുദതിഷ്ഠതുരംഗബന്ധാദം. എന്നിട്ടോ അനന്യഗതിയും ഗോകുലം നിരീക്ഷ്യ, താനല്ലാതെ വേറൊരു ഗതി ഇല്ലാത്ത ഗോകുലത്തെ കണ്ടിട്ട് തന്നെ സസ്ത്രീകുമാരം അതിദുഃഖിതം ആത്മഹേതോഹോ അതിദുഃഖിതം സസ്ത്രീകുമാരം, തന്നെ ചൊല്ലി ദുഃഖിക്കുന്ന ഈ കുട്ടികളെയും ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ നിശ്ചയിച്ചു. ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം അങ്ങോട്ട് കുറച്ചു. വലിപ്പം കുറഞ്ഞപ്പോൾ പാമ്പിൻ്റെ ഉടലിൽ നിന്ന് വഴുതി അങ്ങോട്ട് വീണു, ഈ നദിയിലേക്ക് വീണു. നേരെ പാമ്പിൻ്റെ പിറകിൽ പോയി പൊങ്ങി. അവിടുന്ന് ഒരൊറ്റ കുതിപ്പ്. ആ കുതിപ്പ് ചെന്ന് അവസാനിച്ചത് കാളിയൻ്റെ ആയിരക്കണക്കിന് ഭണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭണത്തിൻ്റെ മുകളിലാണ്. 14 ലോകം കൂടി തലയിലേക്ക് എടുത്തു വെച്ച അനുഭവം ആ കാളിയനുണ്ടായത്. ശത്രു തലയിലാ മനസ്സിലായി. നമുക്കൊക്കെയാണെന്ന് വെച്ചാൽ തലയിൽ നിന്ന് ഇങ്ങനെ എടുത്തെറിയാം, കയ്യുണ്ടേ. പാമ്പിന് അതില്ലല്ലോ. കുറേ തലയൊക്കെ ഇളക്കി നോക്കി, ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ വാല് പൊക്കിക്കൊണ്ടുവന്നിട്ട് അങ്ങ് തട്ടി തെറിപ്പിക്കാമെന്ന് വെച്ചിട്ട് കാളിയൻ വാലങ്ങനെ പൊക്കിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ കാളിയൻ വെള്ളത്തിലാണല്ലോ, അപ്പം നല്ല വഴുവഴുപ്പുണ്ട് ഇവൻ്റെ തലയുടെ മുകളിൽ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ കിട്ടിയ സൗകര്യമായി എന്ന് വിചാരിച്ചപ്പോൾ ഇവൻ തന്നെ സൗകര്യമായിട്ട് വാല് പൊക്കി കൊണ്ടുവരുന്നുണ്ട്. വാലങ്ങ് പിടിച്ചു എന്നാണ്. എണീറ്റങ്ങ് നിന്നു. തൻ്റെ വലത്തെ കാലം ഉയർത്തി ആ കാളിയൻ്റെ ഭണത്തിൻ്റെ മുകളിൽ മെല്ലെ അങ്ങ് വെച്ചു. അപ്പോൾ ചുറ്റിനും കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് തോന്നി? 5-6 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ഉണ്ണി തൻ്റെ കുഞ്ഞിക്കാല് വലിയ പാമ്പിൻ്റെ തലയിൽ വെച്ചു. പാമ്പ് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല എന്നാണ് അവർ കരുതിയത്. ആ പാമ്പ് അറിഞ്ഞു. ഇതുവരെ അറിഞ്ഞതിനേക്കാളിനൊക്കെ എന്തൊക്കെ അറിഞ്ഞുകൊണ്ട് അതിനേക്കാളൊക്കെ വലിയ അറിവായിരുന്നു അത്. തലയങ്ങ് താഴ്ന്നു, ചോര തുപ്പി. ഉടനെ അടുത്ത ഭണം പൊങ്ങി. അടുത്ത ഭണം പൊങ്ങിയപ്പോൾ ഇടത്തെ കാല് പൊക്കി ആ ഭണത്തിലങ്ങ് ചവിട്ടി, അത് താഴ്ന്നു. ഉടനെ അടുത്ത ഭണം പൊങ്ങി, അത് വലത്തെ കാലുകൊണ്ട് ആ ഭണം ചവിട്ടി താഴ്ത്തി. പിന്നെ അടുത്ത ഭണം പൊങ്ങി. നമുക്ക് 12:30 നിർത്തണം, ഇതിങ്ങനെ പോയാൽ പറ്റില്ല, അത്രയും ഭണണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോഴോ ഈ ഉയർന്നു പൊങ്ങുന്ന ഭണങ്ങളൊക്കെ ഭഗവാൻ ചവിട്ടി ചവിട്ടി താഴ്ത്തി തുടങ്ങി. ഈ എന്ത് പണിയും ഒരേപോലത്തെ ജോലി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാലൊരു ബോറടി ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത പുതുമയൊക്കെ കൊണ്ടുവരാൻ നോക്കും. പണ്ടൊക്കെ ഈ നാമം ജപിക്കാൻ അച്ഛൻ മണ്ഡപത്തിലിരുത്തും. നാമം ജപിക്കാൻ നാരായണ നമശിവായ, ശിവൻ്റെ അമ്പലം, നമശിവായ ജപിക്കാനാണ് പറയുക. അപ്പോൾ ഈ നമശിവായ ആദ്യമൊക്കെ നമശിവായ കുറച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേക രാഗങ്ങളൊക്കെ വരും. കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവുകയെ. ഇതേപോലെ ഇങ്ങനെ ഒരേ പ്രവൃത്തിയാണ്, ചവിട്ടി താഴ്ത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴോ ആ ചവിട്ടലുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പരിണമിച്ച് അതിനൊരു താള സ്വഭാവം കൈവന്നു. അത് സമയബദ്ധമായി തീർന്നു.
എന്തിനു പറയുന്നു? ഏവം പരിഭ്രമഹദൗജസമുന്നതാംസം ആനമ്യതൽ പൃഥുശിരസ്വധിരൂഢ ആദ്യം തന്മൂർധരത്നനികരസ്പർശാദിതാമ്രപാദാംബുജ അഖിലകലാദി ഗുരുർനനർത്താം. ഈ ഭണങ്ങളിലുള്ള മാറി മാറിയുള്ള ചവിട്ടലുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പരിണമിച്ച് അതിമനോഹരമായ നൃത്തമായി തീർന്നു എന്നാണ്. രുചിരകമ്പിത കുണ്ടലമണ്ഡലം സുചിരമീശ നനർത്തിധ പന്നകേ അമരതാടിതുന്ദുഭി സുന്ദരം. അപ്പോഴേക്കോ ഭഗവാന്റെ നൃത്തം കണ്ട് ആരംഭിച്ചതോടു കൂടിയിട്ട് തന്നർത്തുമുദ്യതം അപേക്ഷ്യ തഥാ തദീയ ഗന്ധർവസിദ്ധ സുരചാരണ ദേവവധ്വ പ്രീത്യാം മൃദംഗ പണവാനക വാദ്യഗീത പുഷ്പോപഹാരം നുതിഭി സഹസോപസേതോം. ആകാശത്ത് ഗന്ധർവന്മാരും ദേവന്മാരും സിദ്ധന്മാരും ചാരണന്മാരും അപ്സര സ്ത്രീകളൊക്കെ അങ്ങോട്ട് നിരന്നു നിന്നു എന്നാണ്. ഗന്ധർവന്മാർ പാട്ടുപാടി തുടങ്ങി, ചാരണന്മാർ വാദ്യങ്ങൾ വായിച്ചു തുടങ്ങി, അപ്സരസ സ്ത്രീകളും വിദ്യാധരി സ്ത്രീകളും മത്സരിച്ച് നൃത്തം തുടങ്ങി. അപ്പോൾ ആകാശത്ത് അതിഗംഭീര നൃത്ത പരിപാടി. ഭൂമിയിലോ കൃഷ്ണൻ നൃത്തം വയ്ക്കുക എന്ന് കണ്ടതോടുകൂടിയിട്ട് നന്ദഗോപർക്കും യശോദയ്ക്കൊക്കെ അവരുടെ സങ്കടം പോയി. അവരുടെ വക ഗംഭീര നൃത്തം ഭൂമിയിൽ 3 തട്ടിലായി അതിമനോഹരമായ നൃത്തം ഉണ്ടായി എന്നാണ്. അതിഗംഭീരമായിരുന്നു കേട്ടോ ഭഗവാന്റെ നൃത്തം. ഈ 2 നൃത്തത്തിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭഗവാന്റെ നൃത്തം. ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അതൊക്കെ കാളിയൻ തന്നെയാണ് കൊടുത്തത്. ഇന്നില്ലേ ചില ഡാൻസ് ഫ്ലോറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് പുക വരും, അപ്പുറത്തുനിന്ന് ലൈറ്റ് വരും, അപ്പുറത്തുനിന്ന് വേറെ എന്തൊക്കെയോ വരും. ഡാൻസ് കളിക്കുന്ന ആളെ കാണുന്നില്ല. ഒക്കെ പുകയും വെളിച്ചവും ലൈറ്റും ബഹളമൊക്കെ ആയിരിക്കും. പുകയൊന്നും അവിടെ ഉണ്ടായില്ല, ലൈറ്റ് ഉണ്ടായി. ഈ കാളിയൻ്റെ ഭണങ്ങളിലൊക്കെ മാണിക്യക്കല്ലുകളുണ്ടെന്നാണ്. അങ്ങനെ നാഗമാണിക്യം എന്നൊക്കെ പറയില്ല. അപ്പം ഒരു ഭണം അങ്ങ് താഴുമ്പോൾ അതങ്ങ് കെടും. അപ്പോൾ അടുത്ത ഭണം പൊങ്ങുമ്പോൾ അതങ്ങോട്ട് കത്തും. തന്നെയല്ലേ ഇപ്പോൾ ഉള്ള സ്റ്റേജിലൊക്കെ കാണുക. പിന്നെ സൗണ്ടും ഉണ്ട്. അത് എൻ്റെ സൗണ്ടാണ്. ആദ്യമൊക്കെ ചീറ്റും കൊല്ലും വിപ്ലവ മുദ്രാവാക്യങ്ങളാണ്. ഈ വിപ്ലവ മുദ്രാവാക്യങ്ങളൊക്കെ കുറച്ച് ഈ നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ ഉണ്ടാവുള്ളൂ. ഒക്കെ നല്ല ആവതുള്ള സമയത്തേ. അപ്പം വലിയ വിപ്ലവ മുദ്രാവാക്യമൊക്കെ വിളിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഹരാ ശിവ നാരായണ നമ ശിവായൊക്കെ ആവും. നാരായണം തമരണം മനസാജഗാമാം. ആദ്യമൊക്കെ വിപ്ലവ മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ കൊല്ലും ചീറ്റും കൊത്തും എന്നൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഉയർന്നു പൊങ്ങിയ അഹങ്കാരത്തിൻ്റെ ഭണങ്ങളെ മുഴുവൻ ഭഗവാൻ ചവിട്ടി താഴ്ത്തി എന്നാണ്. അതുതന്നെയാണ് ഈ കാളിയമർദ്ദനം നമുക്ക് കാണിച്ചു തരുന്നത്. കാളിയനെ നശിപ്പിക്കുകയല്ല, കാളിയൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുക ചെയ്തത്. വള്ളത്തോൾ ഒരു കവിതയിൽ പാടുന്നുണ്ട്. ധ്വസ്തഭുവനമാം ദൗഷ്ട്യമേ നിന്ദല എത്രയുയർത്തിപ്പരത്തിയാലും ഈ കർമ്മഭൂമിതൻ പിഞ്ചുകാൽ പോരുമേ ചിക്കുന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ. ഈ ഭുവനത്തെ ഗ്രസിക്കുന്ന അല്ലയോ ദുഷ്ടതേ, ക്രൂരതേ, അഹങ്കാരമേ, നിൻ്റെ തല എത്ര ഉയർന്നു പൊങ്ങിയാലും ചിരകാലം തല ഉയർത്തിപ്പിടിച്ച് ലോകത്തെ നിൻ്റെ കീഴിൽ നിർത്താം നീ കരുതണ്ട. ഈ കർമ്മഭൂമിയുടെ പിഞ്ചുകാലി ഇവിടെയുണ്ട്. സമൂഹത്തിന് നേർക്ക്, ധർമ്മത്തിന് നേർക്ക്, സജ്ജനങ്ങൾക്ക് നേർക്ക് ഉയർന്നു പൊങ്ങുന്ന അഹങ്കാരത്തിൻ്റെ ഭണങ്ങളെ, അന്യായത്തിൻ്റെ അധർമ്മത്തിൻ്റെ ഭണങ്ങളെ സദാ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട്, അതിന് ചില പ്രത്യേക മുഹൂർത്തമുണ്ട്, ചില പ്രത്യേക കാലമുണ്ട് എന്നൊന്നും കരുതണ്ട. ഇനിയിപ്പോൾ കൽക്കി അവതാരം ഉണ്ടാവാൻ എത്ര കാലം കഴിയണമെന്നൊന്നും വിചാരിക്കേണ്ട. സർവത്ര സർവദാ സർവധാ, അതല്ലേ ഭഗവാൻ പറഞ്ഞത്. സംഭവാമി യുഗേ യുഗേ, യുഗങ്ങൾ തോറും ഞാൻ സംഭവിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞാൽ സൂര്യൻ പോകുന്നതാണ് അർത്ഥം. ആ ദിവസം മുഴുവൻ സൂര്യൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ യുഗങ്ങൾ തോറും ഞാൻ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ യുഗങ്ങൾ തോറും എല്ലാ യുഗങ്ങളിലും എല്ലായ്പ്പോഴും ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് അധർമ്മത്തെ നശിപ്പിച്ചുകൊണ്ട് സർവത്ര സർവധാ ആ ഈശ്വരേച്ഛ, ആ ഈശ്വരശക്തി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നർത്ഥം. ഒരഹങ്കാരത്തിനും ഒരു ദുഷ്ടതയ്ക്കും സ്ഥിര നിൽപ്പില്ല എന്നർത്ഥം. അപ്പോൾ അത് കാളിയന് മനസ്സിലായി. തനിക്ക് ഈ ആയിരക്കണക്കിന് ഭണങ്ങളും ആ ശക്തിയൊക്കെ തന്ന ആൾ തന്നെയാണ്. അത് ലോകത്തിന് ദോഷകരമായി എന്ന് കണ്ടപ്പോൾ ചവിട്ടി താഴ്ത്തുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ നാളെയൊക്കെ നമ്മൾ കേൾക്കും ബാണാസുരൻ്റെ കഥ. എത്ര അസുരന്മാർ. ഈ അസുരന്മാരൊക്കെ ചെയ്തത് എന്താണ്? ഇവരൊക്കെ ഭഗവാനെ തപസ് ചെയ്തിട്ടുണ്ട്, ഭഗവാനിൽ നിന്ന് വരം വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് ബാണാസുരനാണത് നേരിട്ട് ചെയ്തത്. ശിവനോട് തന്നെ പറഞ്ഞു എന്നാണ്, നമുക്കൊന്ന് പിടിച്ചു നോക്കാമെന്ന്. നാളെ കേൾക്കും നമ്മൾ. അങ്ങ് തന്ന ശക്തി എനിക്ക് ഭാരമായിട്ട് അനുഭവപ്പെടുന്നു, ആരും എന്നോട് തല്ലുംപിടിക്ക് വരുന്നില്ല, നമുക്കെന്നെ ഒന്ന് പിടിച്ചു നോക്കാമെന്നാണ്. ഇതന്നെയല്ലേ പലപ്പോഴും നമ്മളും ചെയ്തു പോകുന്നത്. ആലോചിച്ച് നോക്കൂ. നമുക്ക് ഈ ജന്മം മുതൽക്ക് എന്തെന്തൊക്കെ കിട്ടിയോ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമല്ലേ അല്ലേ? പലപ്പോഴും നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്തെ കാണുന്നില്ല, കിട്ടാത്തതിനെ പറ്റി പഴി പറയുക ചെയ്യുന്നത്.
ഈ ശ്രേഷ്ഠമായ ജന്മം കിട്ടിയതേ മഹത്തായ അനുഗ്രഹം. ഇനി അതിന് ശേഷം എന്തെന്തൊക്കെ കിട്ടി, എണീറ്റ് നടക്കാൻ, കേൾക്കാൻ ചെവിക്ക് പറ്റുന്നുണ്ട്, കാണാൻ കണ്ണിന് പറ്റുന്നുണ്ട്, എണീറ്റ് നടക്കാൻ ആരോഗ്യമുണ്ട്, അതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. 3 നേരം ഭക്ഷണത്തിനുള്ള വക, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പട്ടിണിയെ കൊണ്ട് മരിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ചുറ്റിനും, ആലോചിച്ചു. ഈ അടുത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയൊരു ഫോട്ടോ കണ്ടു. സുഡാൻ എന്നു പേരുള്ളൊരു ആഫ്രിക്കൻ രാജ്യത്തിലെ ഘോരമായ പട്ടിണിയെ കാണിക്കുന്ന ഫോട്ടോയാണ്. ഒരൊട്ടകം വിസർജിക്കുന്ന സമയത്ത് ആ ഒട്ടകത്തിൻ്റെ മലദ്വാരത്തിൻ്റെ അരികെ വായും വെച്ച് നിൽക്കുക ഒരു കുട്ടി, തിന്നാൻ വേറൊന്നും ഇല്ലാഞ്ഞിട്ട്. ആലോചിച്ച് നോക്കൂ, നമ്മളെത്ര അനുഗ്രഹീതരാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഭഗവാനോട് നന്ദി പറയണ്ടേ, വേണ്ടേ? ഈ എടുക്കുന്ന ശ്വാസം, ഓക്സിജൻ, ഇത് വില അതിന് നിശ്ചയുണ്ടോ? 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഓക്സിജൻ കയറ്റി ബില്ല് കിട്ടും പറയാം എത്ര വില ഉണ്ടെന്നുള്ളത്. കുടിക്കുന്ന വെള്ളം 15 ഉറുപ്പ്യ കൊടുക്കേണ്ട ഒരു കുപ്പി വെള്ളം കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ആലോചിച്ച് നോക്കൂ, അത്രയും അനുഗ്രഹീതരാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നോ പലർക്കും? ഭഗവാൻ എന്തെങ്കിലും ഒന്ന് കൂടുതൽ, ഇത്തിരി കൂടുതൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിലങ്ങോട്ട് അഹങ്കരിക്കും, എൻ്റെ എന്നുള്ള ബുദ്ധി അങ്ങ് വരും. ഇല്ലാത്തവനെ താഴ്ത്തും, അവനെ അപമാനിക്കും, പരിഹസിക്കും. ഈ ഇല്ലാത്തവനാരാ? ഈശ്വര സർവഭൂതാനാം ഹൃദയേശ അർജുന തിഷ്ഠതി. ഇവിടെ ഉള്ളവനിലും ഇല്ലാത്തവനിലും സർവത്തിലും മലത്തിൽ കിടക്കുന്ന കൃമിയിൽ പോലും പ്രകാശിക്കുന്നത് മഹേശ്വര ചൈതന്യമാണ്, സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാനാണ്. അപ്പോൾ നമുക്ക് ഭഗവാൻ തന്നതിൽ അഹങ്കരിച്ചില്ലാത്തവനെ നമ്മൾ പരിഹസിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നയാളെ തന്നെ ബാണാസുരൻ തന്നെ ആവുമല്ലേ നമ്മളും ചെയ്യുന്നത്, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഒരിക്കലും അഹങ്കാരം വേണ്ട. അഹങ്കരിച്ചോ ഉറപ്പാണ് അടി കിട്ടും, വീഴും എന്നർത്ഥം. അതുതന്നെയാണ് ഇവിടെ ഈ കാളിയമർദ്ദനം കഥ നമുക്ക് കാണിച്ചു തരുന്നത്. കാളിയൻ്റെ അഹങ്കാരമൊക്കെ നശിച്ചു. കാളിയ പത്നിമാർ വന്നു. അവർ ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, ന്യായോഹിദണ്ഡ കൃതകിൽഭിഷേസ്മിൻ തവാവതാര ഖലനിഗ്രഹായ. അവർ പറഞ്ഞു എന്നാണ്, നന്നായി ഭഗവാനെ, ഞങ്ങളുടെ ഭർത്താവിന് 2 ചവിട്ടിൻ്റെ കുറവുണ്ടായിരുന്നു എന്നാണ്. പൊതുവേ പല ഭാര്യമാരും പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞല്ല. പിന്നെയോ, അങ്ങയുടെ ഈ ചവിട്ട അനുഗ്രഹമാണ്. ക്രോധോപി തേനുഗ്രഹ ഏവ സമ്മതാം. അങ്ങയുടെ ക്രോധം പോലും അനുഗ്രഹമാണ്. അത് ഇന്നലെയൊക്കെ പറഞ്ഞില്ലേ, വൃത്രാസുരൻ്റെ സ്തുതിയിലൊക്കെ കണ്ടില്ലേ? ഭഗവാന്റെ അനുഗ്രഹമാണ്. അതാ ശരിക്കും കുന്തിദേവി പ്രാർത്ഥിച്ചതേ. നമ്മൾ കരുതും ആപത്തിനെയാണ് പ്രാർത്ഥിച്ചതെന്ന്. ഒരിക്കലുമല്ല, ഏറ്റവും വലിയ സമ്പത്തിനെയാണ് പ്രാർത്ഥിച്ചത്. ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? സമ്പന്നാരായണ സ്മൃതി വിഭദ് വിസ്മരണം വിഷ്ണോഹ സമ്പന്നാരായണ സ്മൃതി. ഭഗവാനെ വിസ്മരിക്കലാണ് ഏറ്റവും വലിയ വിപത്ത്. ഈ ഭഗവാനെ വിസ്മരിക്കപ്പോഴാ ഈ വിഷയങ്ങളിലൊക്കെ സത്യബുദ്ധി വയ്ക്കുക, ശരീരം ഞാനാണെന്ന് അഭിമാനിക്കുക, ഇതൊക്കെ എൻ്റേതെന്ന് അഹങ്കരിക്കുക, നാം ഭഗവാനെ വിസ്മരിക്കൽ. അതാണ് ഏറ്റവും വലിയ ആപത്ത്. അങ്ങനെ വിസ്മരിച്ച് കഴിഞ്ഞാലോ ഭഗവാനെ നമ്മൾ മറന്നാലും ഭഗവാൻ കാരുണ്യ സ്വരൂപിയാണ്. ഭഗവാനെ ഓർമ്മിക്കാൻ വേണ്ടത് ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഈ ദുഃഖങ്ങൾ, ആപത്തുക്കൾ, വിപത്തുക്കൾ. അല്ലേ, ആലോചിച്ച് നോക്കൂ, ഒരു വഴിയും ഇല്ല എന്നുള്ള അവസ്ഥയിൽ എല്ലാം മുട്ടിയ സമയത്ത്, ഏറ്റവും വലിയ ദുഃഖം വന്ന സമയത്തല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ കൃഷ്ണ എന്നുള്ള വിളി വന്നത്? നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിച്ച് നോക്കുക. അങ്ങനെയുള്ള അപകടാവസ്ഥകളൊക്കെ വന്നപ്പോൾ എത്ര ഭക്തിയായിരുന്നു നമുക്ക്, അല്ലേ? എന്നും പോവാറുണ്ടായിരുന്നില്ലേ അമ്പലത്തിൽ? എന്തൊക്കെ ജപം ഉണ്ടായിരുന്നു അന്ന്? സ്വയം ആലോചിച്ച് നോക്കൂ. ഇപ്പോഴോ, അതൊക്കെ കഴിഞ്ഞപ്പോഴോ ഓരോന്ന് പറഞ്ഞില്ലേ? 2 നേരം സഹസ്രനാമം ജപിക്കുന്നത് 1 നേരമായി, അമ്പലത്തിൽ പോക്ക് 1 നേരം, പിന്നെ ഒരാഴ്ചയിൽ 1ആയി. അങ്ങനെയാണത്. അപ്പോൾ ഈ ആപത്തുക്കൾ, ദുഃഖം, വിപരീത അനുഭവം, ഭഗവാന്റെ അനുഗ്രഹം. സ്കൂൾ പഠിക്കുമ്പം പഠിച്ചിട്ടില്ലേ നാലേപ്പാട്ടിൻ്റെ കവിത? ഉരുക്കിടുന്നോ മിഴിനീരിലിട്ടു മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തയേതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. അല്ലേ? തീച്ചൂളയിലിട്ട് ഉരുക്കും, എന്നിട്ട് സങ്കടക്കണ്ണീരിലിട്ട് മുക്കും. ഈ സ്വർണം, ഇന്നലെ സ്വാമിജി പറഞ്ഞല്ലോ, അത് ഒരു സ്വർണ്ണമാവാൻ എത്ര പ്രോസസ്സ് കഴിയണം എന്നുള്ളത്. എന്നിട്ടോ അത് ശുദ്ധീകരിച്ചെടുത്തതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് അടിച്ച് പരത്തും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജ്വല്ലറിയിൽ ഇങ്ങനെ തിളങ്ങുന്ന ആഭരണം കാണുന്നതേ. അപ്പം തിളങ്ങാൻ, ഉള്ളു തിളങ്ങാൻ, ഉള്ളു ശുദ്ധമാവാൻ
നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് ഉറയ്ക്കാൻ കാരുണ്യമൂർത്തിയായ ഭഗവാൻ നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഈ ദുഃഖങ്ങൾ, വിപരീത അനുഭവങ്ങൾ ഒക്കെ. നമ്മൾ വിചാരിച്ച പോലെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ആരാമോ എന്നുള്ള ചിന്ത കൂടി പോവുക ചെയ്യാന്ന് അല്ലേ? സ്വാമിജിയുടെ തന്നെ ആദ്യത്തെ പ്രഭാഷണത്തിൽ, ആദ്യകാലത്തെ പ്രഭാഷണത്തിൽ, ഞാൻ ആദ്യം കേട്ട പ്രഭാഷണത്തിൽ എനിക്ക് അന്ന് മുതൽക്ക് ഇന്ന് വരെ മനസ്സിൽ നിൽക്കുന്നൊരു ഉപമയാണ്. ഈ മന്ത്രവാദ സമയത്ത് ബാധ അകറ്റാൻ അടിക്കുന്ന പോലെയാണ്. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ വിട്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോറിലോണ്ട് അടിക്കും. ബാധയെ കുറച്ച് ഞാൻ ബോധമായിരിക്കും പോകും എന്തായാലും ഇല്ലേ? അപ്പോൾ സ്വാമിജി പറഞ്ഞത് ഈ ബാധയ്ക്ക് മുകളിൽ ഏൽക്കുന്ന മന്ത്രവാദിയുടെ അടി പോലെയാണ് നമുക്ക് വരുന്ന ദുഃഖങ്ങൾ എന്നാണ്. സത്യമല്ലേ ഇത്? ഏത് ബാധയാണ് പോവുക? ഈ അടി ഇങ്ങനെ കിട്ടുമ്പം ഞാൻ എന്ന അഹന്തയാകുന്ന, അഭിമാനമാകുന്ന ബാധ പോവും. അതിനുവേണ്ടി ഭഗവാൻ നൽകുന്ന അനുഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾ എന്ന നിലയ്ക്ക് കണ്ടാൽ ഒരിക്കലും നമ്മൾ ദുഃഖങ്ങളെ പടി പറയില്ല, സുഖത്തെയാ വഴി പറയുക. അഥവാ വ്യഥ പോലെ അറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ലതാൻ എന്ന് ആശാൻ പാടുന്നുണ്ട്. വ്യഥ പോലെ അറിവ് നൽകുന്ന, അറിവാരാ? ഭഗവാൻ തന്നെ. ഭഗവാന് നൽകുന്ന വേറൊരു ഗുരു ഇല്ല. അതുതന്നെയാണ് ആര് പറഞ്ഞത്? ഈ നാഗപത്നിമാർ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്തേ വേണ്ടൂ? ഞങ്ങൾക്കും ഞങ്ങളുടെ ഭർത്താവിനും അങ്ങേ മറന്നു പോകലാണല്ലോ ഈ അഹങ്കാരം. അതുണ്ടാവരുത്. എന്നാ നാഗപൃഷ്ഠം എന്നുവെച്ച സാർവഭൗമം, വേറെ ഒന്നും വേണ്ട. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല ഭഗവാൻ ഇല്ല എന്ന് വെച്ചാൽ. രാമകൃഷ്ണ പരമഹംസർ പറയാറില്ല, ഒന്നെന്ന് എഴുതി ഇങ്ങോട്ടേക്ക് എത്ര പൂജ ഇടുന്നോ സംഖ്യയുടെ വില ഇങ്ങനെ കൂടി വരും. ഈ ഒന്ന് അയച്ചു കഴിഞ്ഞിട്ട് എത്ര പൂജ ഇട്ടിട്ട് എന്ത് കാര്യമുള്ളൂ? അപ്പം ഭഗവാനില്ലാതെ, ഭഗവത് സ്മരണ ഇല്ലാതെ ഈ ലോകത്തിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഈ ഒന്നില്ലാത്ത പൂജ്യം പോലെയാണ്. അതുകൊണ്ട് അങ്ങ് മാത്രമേ വേണ്ടൂ, അങ്ങയിലുള്ള ഭക്തി മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞ് ഈ കാളിയ ഭഗ്നിമാരൊക്കെ ഭഗവാനെ സ്തുതിച്ചു. കാളിയം ഭഗവാനെ കരയിലേക്ക് കൊണ്ട് ചെന്നാക്കി. കാളിയം ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാനായിട്ടൊന്നും ചോദിക്കുന്നില്ല. ഭവാൻ ഹി കാരണം തത്ര സർവജ്ഞോ ജഗദീശ്വര അനുഗ്രഹം നിഗ്രഹം വാ മന്യസേ തദ്വിധേഹിന. അങ്ങാണ് സർവത്തിനും കാരണം, അങ്ങയുടെ സങ്കല്പമാണ് എല്ലാം. അതുകൊണ്ട് എന്താണോ അങ്ങയുടെ സങ്കല്പം അത് ഞാൻ സ്വീകരിക്കും. അത് അനുഗ്രഹമാണെങ്കിൽ അനുഗ്രഹം, നിഗ്രഹമാണെങ്കിലും അത് അനുഗ്രഹം. നിഗ്രഹമാണെങ്കിലും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിഗ്രഹം, പക്ഷേ അതും ഭഗവാന്റെ അനുഗ്രഹം. എന്തങ്ങ് നൽകുന്നോ അങ്ങയുടെ ഇച്ഛ എന്ന നിലയ്ക്ക് ഞാനത് സ്വീകരിക്കും. കാളിയനെ ഭഗവാൻ പറഞ്ഞു വെച്ചു, നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക്, ഈ ചുറ്റിനുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആൾതാമസമില്ലാത്ത രമണകദ്വീപിലേക്ക് പോകാൻ പറഞ്ഞു. കാളിയൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത്. അവിടെ ഗരുഡനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ആ ഗരുഡനായിട്ട് പ്രശ്നം ഉണ്ടായപ്പം സൗഭരി മഹർഷി, ഗരുഡനായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഗരുഡൻ അങ്ങോട്ട് വരില്ല. എന്താ കാരണം? അത് സൗഭരി മഹർഷിയുടെ ശാപമാണെന്നാണ്. സൗഭരി മഹർഷി വെള്ളത്തിൽ മുങ്ങി തപസ് ചെയ്ത കഥ ഉണ്ടല്ലോ, ആ സമയത്ത് ഗരുഡൻ വന്ന് മത്സ്യം കൊത്തി തിന്നു എന്നാണ്. ശപിച്ചു മഹർഷി എന്നാണ്. ശപിക്കണമെന്ന് ചോദിച്ചാൽ ഈ പക്ഷികളുടെ ഭക്ഷണമായി മത്സ്യം എന്നുള്ളതേ ശപിച്ചതുകൊണ്ട് എന്തായി? ഇതൊക്കെ പല ചിന്തകളും കൂടി നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. ഈ ഗരുഡൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാളിയൻ്റെ ദോഷം ഉണ്ടാവില്ലായിരുന്നു. ഈ ഗരുഡൻ ഇല്ലാതെയാക്കിയപ്പോഴോ കാളിയൻ്റെ ദോഷം വന്നു. അതാണ് ഈ എക്കോസിസ്റ്റമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് ഭംഗം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ദോഷം ഉണ്ടാവും. ശരി, അത് ഒരു ഇരട്ട ചിന്ത പറഞ്ഞു എന്നേ ഉള്ളൂ. കാളിയനെ പറഞ്ഞയച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഗരുഡനൊന്നും നിന്നെ ഒന്നും ചെയ്യില്ല, എൻ്റെ ഭണങ്ങൾക്ക് മുകളിൽ എൻ്റെ പാദത്തിൻ്റെ അടയാളം കാണാം, ഗരുഡൻ തൊഴേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാളിയനെയും കാളിയൻ്റെ ആൾക്കാരെയൊക്കെ രമണകദ്വീപിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ നന്ദഗോപുരം എല്ലാവരും അടുത്തേക്ക് വന്നു. പാമ്പുമായിട്ട് കുറേ കളിച്ചതല്ലേ, അപ്പോൾ വിഷം തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഉറക്കമൊഴിയണമെന്നാണ്. അപ്പോൾ അത് ശരിയാണ് കേട്ടോ. കഴിയാറായല്ലോ. അത് ശാസ്ത്രീയാണ് കേട്ടോ. കാരണം ഉറങ്ങിയാൽ, പാമ്പിൻ്റെ കടിയേറ്റാൽ ഉറങ്ങരുതെന്നാണ് പറയുക. ഉറങ്ങിയാൽ വിഷം കൂടുന്നതാണ്. അപ്പം അന്ന് രാത്രിയും അവരൊക്കെ അവിടെ തന്നെ കഴിച്ചു കൂട്ടി. ആ രാത്രി ഒരു കാട്ടുതീ വന്നു. കാട്ടുതീയെ ഭഗവാൻ ആഹരിച്ചു എന്നാണ്. എല്ലാവരോടും കണ്ണടച്ച് നിന്നോളം പറഞ്ഞു. കാട്ടുതീയെ ഭഗവാൻ ആഹരിച്ചു എന്നുള്ള കഥ പറഞ്ഞു. ഇവിടെയൊക്കെ ഭഗവാൻ തൻ്റെ ഈശ്വരഭാവം കൂടുതൽ പ്രകടമാക്കുകയാണ്. അഗ്നിദേവനെ ജയിക്കുന്നു, നേരത്തെ ബ്രഹ്മാവിനെ ജയിച്ചു, ഈ കാമദേവനെ ജയിക്കും രാസക്രീഡയിലും. വേറൊരു സന്ദർഭത്തിലും ഭഗവാൻ ഈ അഗ്നിയെ ആഹരിച്ച കഥ പിന്നീട് പറഞ്ഞു. ഭഗവാന്റെ പശുക്കുട്ടികളൊക്കെ ഇഷീകാടവിയിൽ പെട്ട സമയത്ത് അത് തമ്മിലൊരഞ്ഞ് തീ പിടിച്ചപ്പോൾ അവിടെയും ഭഗവാൻ ഈ കാട്ടുതീ ആഹരിച്ച പശുക്കുട്ടികളെ രക്ഷിച്ചു എന്നാണ്. പിന്നീട് പ്രലംബൻ എന്ന് പറഞ്ഞ അസുരം വന്നു, ബലരാമനെ കൊണ്ട് നിഗ്രഹിച്ചു. ബലരാമനെ കൊണ്ട് ആ പ്രലംബനെ കൊല്ലിച്ചു. അതിനുശേഷം ശരത്കാലത്ത് ഭഗവാൻ
കാട്ടിൽ ചെന്ന് ചെയ്യുന്ന മനോഹരമായ വേണുഗാനം, അതൊക്കെയാണ് ഇനി പറയാനുള്ളത്. അതൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണ സമയത്ത് കേൾക്കാം. 2 മണിക്ക് വീണ്ടും പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.